ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വേൾഡ് പാത്തൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നാഷണൽ ഡേയും ആയിട്ട് ഉള്ളത് ലുലു മാളിലാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല അത് സൗദിയിൽ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നാഷണൽ ഡേ ആകുമ്പോഴത്തേക്ക് ആരും അങ്ങനെ വീട്ടിലൊന്നും കാണത്തില്ല, എല്ലാവരും പുറത്തായിരിക്കും. ഭയങ്കര ഇങ്ങനെ ഷോപ്പുകളിലായാലും എവിടെ ആയാലും മാളുകളിലായാലും ഒക്കെ ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലൊരു സെലിബ്രേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത് പോലും. കുറേ ദിവസം കൊണ്ടേ പാത്തു പറയുകയാണ് നമുക്ക് ലുലു പോവാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും നാഷണൽ ഡേ വരെയല്ലേ, അപ്പം നമുക്ക് അന്ന് പോവാമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതലാവും ഞങ്ങൾ ലുലുവിലോട്ട് പോയിട്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാഷണൽ ഡേയുടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത്. ഇന്ന് റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അത്രമാത്രം തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ വന്ന സമയത്ത് ഇതൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. സൗദിയിൽ പിള്ളേരുകളൊക്കെ ഡാൻസ് കാര്യങ്ങൾ കണ്ടോ, അവരൊക്കെ കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ കൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനൊന്നും വലുതായിട്ട് അറിയത്തില്ല. ഭയങ്കര ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോണൊന്ന് കയ്യിൽ നിന്ന് തറയിൽ പോയി കേട്ടോ. അതാണ് ആ ഒരു സൗണ്ട് കേട്ടത്. പാത്തൂസ് ഉറങ്ങുമ്പോൾ മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവൾ ഭയങ്കര ബഹളമാണ് കേട്ടോ. പാത്തു ഇതിൻ്റെ ഇടയിലൊക്കെ കയറി പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടില്ല. അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞ്, തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ കുറേ കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ പോയി നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറേ കുട്ടികൾ വന്ന് ഇതുപോലൊരു ബോർഡിൽ ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പാത്തു പറഞ്ഞ് എനിക്കും വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വീട്ടിലെ ഭിത്തി മൊത്തം ഇതുപോലെ പെൻസിലിട്ട് വരച്ച് നശിപ്പിച്ചിട്ടേക്കല്ലേ റൂമിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു നീ വരച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുത്തു. അങ്ങനെ അവൾ കുറേ നേരമൊക്കെ വരച്ച് അതിനുശേഷം ഒരു ഹാർട്ട് ഷേപ്പൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടി വന്ന് അതിനുശേഷം എന്താ ഈ സ്റ്റേജിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ തകർത്ത് വെച്ച് പെർഫോമൻസ് കാര്യങ്ങൾ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരേപോലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള ഒരിതും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ കുറച്ച് നേരം ഇരുന്നായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നന്നായിട്ട് വിശക്കുന്നെന്ന് പാത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നപ്പം വീണ്ടും എന്തോ ഒരു ഭയങ്കര ഇതൊക്കെ ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിരുന്നു കേട്ടോ. അപ്പം അതുമൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് നിന്ന് കുറച്ചങ്ങ് ലേറ്റായിപ്പോയായിരുന്നു. പിന്നെ പാത്തു നിൽക്കുമോ, അവൾക്ക് വിശന്ന് അങ്ങനെ പിന്നെ നേരെ അകത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് കാണും നിങ്ങൾ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി. അതിൻ്റെ ഇടയിൽ കുറേ പേരിരുന്ന് വീഡിയോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുറേ വീഡിയോയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തതായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കണ്ട കുട്ടികളൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ അത് ഡ്രോയിങ് കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സൗദി കുട്ടികളൊക്കെ അതിനൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പാത്തൂനെ ഇതിനൊന്നും അവിടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലൊന്നും വിട്ടില്ല. പാത്തൂന് ഇതിന് മുന്നേ പാത്തൂന് അവിടെ വെച്ച് ലുലുവിൽ വെച്ച് 1-2 പ്രോഗ്രാമും കാര്യങ്ങളും ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അന്ന് ഇതുപോലെയൊന്നുമല്ല, അത് സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷൻ ലുലു മാളിൽ വെച്ച് നടത്തിയതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും. പിന്നെ ഇതൊക്കെ ഇപ്പം തന്നെ ഏകദേശം ഒരു കഴിയാറായി വരികയാണ് കേട്ടോ. ഇതെല്ലാം ഏകദേശം ഫിനിഷായി വരികയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇനി കുറേ കുട്ടികൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് നേരത്തെ കണ്ടില്ലേ സംഭവം, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ട് വരുന്ന അതിൻ്റെ കൂടെ കളിക്കാനും കാര്യങ്ങൾക്കും ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ പാത്തുവിന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കട്ടിങ് ആയിരുന്നു ലുലു മാളിനകത്ത്. പിന്നെ അതിൽ നിന്നൊരു പീസ് കേക്ക് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തു. അതിന് ശേഷം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ രാത്രി 11:30-12 മണി കഴിഞ്ഞപ്പോൾ റൂമിലെത്തി. ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ കേട്ടോ.